സെലൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ, സ്വാഗതം. നമസ്കാരം സാർ, ഒരു മധ്യസ്ഥ ചർച്ചകളൊക്കെ നടന്നപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം ഒരു പരിധിവരെ അവസാനിച്ചേക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ അതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടായിരിക്കുന്നു. യുദ്ധം വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. വീണ്ടും ഈ തരത്തിൽ യുദ്ധം തുടരുന്നതിനുള്ള ശേഷി ഇറാനും ഇസ്രയേലിനുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോലും ഉണ്ടോ എന്നൊക്കെ ചില ചർച്ചകൾ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ്. കാര്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക ആയുധ നഷ്ടം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെയും തുടരുന്നത് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ തുടർന്നാൽ അതുമൂലമുണ്ടാകുന്ന ഇപ്പോൾ തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു. ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? ഇത് ഇപ്പോൾ ഒരു യുദ്ധം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും അമേരിക്കയുടെയും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്നത് ഇസ്രയേലും ലെബനനും തമ്മിലുണ്ടായിരുന്ന ഒരു വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് ഏപ്രിൽ 8 നമ്മളെ ലോകത്തിന്റെ തന്നെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പൊ യുദ്ധത്തിന്റെ ഒരു ഗതി പോകുന്നത് കാണുന്നത്. കാരണം ഇസ്രയേലും ലെബനനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിലും അത് പാലിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ ഏപ്രിൽ 8 ആരംഭിച്ച ആ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഇന്നലെ കണ്ടിരിക്കുന്നത്. അത് ആദ്യമായി വളരെ ശക്തമായി കണ്ടിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നാണ്. ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചുകൊണ്ടാണ് ആ വെടിനിർത്തൽ ലംഘനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ യുദ്ധത്തിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഏക വിഷയം എന്ന് പറയുന്നത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പൊ ഇത് പരിഹരിക്കപ്പെടാതെ ഈ പശ്ചിമേഷ്യൻ പ്രശ്നം പരിഹരിക്കുന്ന പ്രശ്നമില്ല എന്ന ഉറച്ച നിലപാടാണ് തുടക്കം മുതൽ ഇറാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നലെ അതിശക്തമായ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് ഇന്നലെ ഇസ്രായേലിന്റെ നേർക്ക് നടത്തിയത്. അത് നോർത്തേൺ ഇസ്രായേലിന്റെ പ്രദേശത്തേക്കാണ് അവർ മിസൈലുകൾ അയച്ചത്. അത് അവർ തടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്രമാത്രം അത് വാസ്തവമാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് അന്താരാഷ്ട്ര നിരീക്ഷകർക്കൊക്കെ സംശയമുണ്ട്. എന്നിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതുപോലെ ആയിരിക്കില്ല അടുത്ത സ്റ്റേജ് എന്നുള്ളതാണ്. അത് 100% ഇതുവരെയുള്ള ഇറാന്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് വിശ്വാസത്തിലെടുക്കാവുന്ന സംഗതിയാണ്. അപ്പൊ അവരുടെ ആക്രമണ രീതി എന്തായിരിക്കും എന്നറിയാനും പറ്റത്തില്ല. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു പുതിയ ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത് ഈ ലെബനീസ് ഗവൺമെന്റ് സമ്മർദ്ദത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ലെബനീസ് ഗവൺമെന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയായിട്ട് ഹിസ്ബുള്ളയുടെ അടുത്ത് വളരെ ശക്തമായിട്ട് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ നിങ്ങളുടെ മിലിറ്ററിയെ ലെബനീസ് ഗവൺമെന്റിന് കൈമാറണം, എന്നിട്ട് ഇത് ആയുധങ്ങളൊക്കെ വെച്ച് കീഴടങ്ങണം. ഇറാൻ ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് ലെബനീസ് ഗവൺമെന്റിന്റെ മേൽ അമേരിക്കയുടെ അതല്ലെങ്കിൽ ഇസ്രയേലിന്റെ സമ്മർദ്ദം വളരെ ശക്തമായിരിക്കുന്നു. ഇത് അതിഗുരുതരമായ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ലെബനനെ തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ ലെബനീസ് സർക്കാരിന്റെ ഭരണ രീതി അല്ലെങ്കിൽ അതിന്റെ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കൺഫെഷണലിസം എന്നാണ് അതിന്റെ പറയുന്നത്. അതായത് അവിടുത്തെ ഓരോ ജാതി മതവിഭാഗങ്ങൾക്ക് തുല്യമായിട്ട് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സർക്കാരാണ് ലെബനീസ് സർക്കാർ. അതായത് അവിടെ 128 സീറ്റുകളുള്ള അവരുടെ പാർലമെന്റിൽ 64 സീറ്റ് മുസ്ലിങ്ങൾക്കും 64 സീറ്റ് ക്രിസ്ത്യാനികൾക്കുമായിട്ടാണ് ബ്രോഡ്ലി വീതിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളായിരിക്കും. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സുന്നി മുസ്ലിം ആയിരിക്കും. സ്പീക്കർ എന്ന് പറയുന്നത് ഷിയ മുസ്ലിം. ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റുള്ള അത് ബ്രോഡ്ലി ഈ രീതിയിലാണ് വിധിച്ചിരിക്കുന്നത്. ഈ മൂന്നും അതിനാണ് ട്രോയ്ക്ക എന്ന് പറയാം. അപ്പോ ഈ രീതിയിൽ ഇത് ഇങ്ങനെ ഒരു 1989 ഒരു കരാർ അടിസ്ഥാനത്തിലാണ്, കരാറിനെ തുടർന്നിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് സംവിധാനം അവിടെ വരുന്നത്. അതിനുശേഷം ലെബനന്റെ ജീവിതം ഒരു സാധാരണഗതിയിലേക്ക് വരുന്നത്. അതിനിടയിലാണ് ഈ ഹിസ്ബുള്ളയുടെ വരവും. ഹിസ്ബുള്ളയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് മിലിറ്ററിയെക്കാട്ടി വളരെ ശക്തിയുള്ള ഒരു സേനാ വിഭാഗമാണ് ഹിസ്ബുള്ള.
അത് അവരുടെ ഷിയ വിഭാഗമാണ്. ഇറാനാണ് അതിന്റെ എല്ലാം ആയുധങ്ങളും സകല സംവിധാനങ്ങളും ലഭ്യമാക്കുന്ന ഇറാനാണ്. അപ്പൊ ഇറാന്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഇസ്രായേൽ 20% സദേൺ ലെബനനിലേക്ക് ഈ ഇസ്രായേൽ കടന്നു കഴിഞ്ഞു. ആ 20% പിൻവാങ്ങാതെ ഹിസ്ബുള്ള പിന്നോട്ടില്ല എന്നുള്ള വ്യക്തമായ ഒരു നിലപാട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ പാർലമെന്റ് സ്പീക്കർ, അദ്ദേഹം ഷിയ പ്രതിനിധിയാണ്, അദ്ദേഹവും അതിനോട് അനുകൂലമായി പ്രതികരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ യുദ്ധം കൂടിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ലെബനിൽ ഉണ്ടാവുന്ന ആഭ്യന്തര കലാപമായിരിക്കും. അത് മറ്റൊരു വിഷയത്തിലേക്ക് മാറും. അപ്പൊ ഇത്തരത്തിലുള്ളൊരു വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇനിയുള്ള ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങൾക്ക് വൻ അപകടമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിട്ട് അവരുടെ കയ്യിൽ ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം പോലും പലരിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണം ഇസ്രയേൽ നേരിടേണ്ടി വരും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെയുള്ള നമ്മുടെ ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകും എന്ന് തിരിച്ചറിയാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്നലെ അവിടെ ഇറാന്റെ ഈ ഹോർമോസ് കടലിടുക്ക് മുകളില് നിരീക്ഷണം നടത്തിയ 2 ഇറാനിയൻ ഡ്രോണുകളെ അമേരിക്കൻ അമേരിക്കൻ സെൻട്രൽ ഫോഴ്സ് അത് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് പോയിട്ടില്ല. അവിടെയും കൃത്യമായ സൂചന അമേരിക്കയ്ക്ക് ഇതിനകത്ത് പരിമിതികൾ ഉണ്ടെന്നുള്ളത് കാണിക്കുകയാണ്. അമേരിക്കയുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഏക വിഷയം ഇസ്രയേലും ഈ ഹിസ്ബുള്ളയും തമ്മിലുള്ള വിഷയമാണ്. അത് പരിഹരിക്കാൻ പറ്റാത്തത്, ട്രംപിന് പരിഹരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ രാഷ്ട്രീയം, അത് റിപ്പബ്ലിക്കൻസിന്റെ ആണെങ്കിലും ഡെമോക്രാറ്റ്സിന്റെ ആണെങ്കിലും അവരുടെ വ്യവസായമാണെങ്കിലും സമ്പദ് വ്യവസ്ഥയാണെങ്കിലും എല്ലാം തന്നെ ഏതാനും ജൂതവംശരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടുത്തെ ഒരു ഭരണകൂടത്തിനും നീങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു വിഷമഘട്ടത്തിലേക്ക് ട്രംപ് എത്തപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇസ്രയേലിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അവിടുത്തെ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരുടെ ഏതെങ്കിലും രീതിയിൽ ഭീഷണി നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സമീപനം. ഇപ്പൊ ലോകം മുഴുവൻ, ഇപ്പൊ നമ്മളെല്ലാം ഗാസയിൽ നടന്ന് നമ്മൾ കണ്ടതാണ്. കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ സ്ത്രീകളെ ഉൾപ്പെടെ ഇങ്ങനെ കൊന്നൊടുക്കുകയായിരുന്നു. അതിനെതിരെ ലോക ശ്രദ്ധ പോലും വേണ്ട രീതിയിൽ കിട്ടുകയുണ്ടായില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു സമീപനമാണ്, ഒരു വംശഹത്യയിലേക്ക് ഒരു മടിയില്ലാതെ പോകാനുള്ള ഒരു സമീപനമാണ് ഈ ഇസ്രയേലിന്റെയും അതല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ള ശക്തിയുടെയും സ്വഭാവം എന്ന് പറയുന്നത്. ഇതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. അത് ഏതെങ്കിലും ഇനി ഒരു ചെറിയൊരു മാറ്റം അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണമായിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ദുബായ് എന്നുള്ളത് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിരിക്കുന്നതാണ് പറയുന്ന സംഗതി. അപ്പൊ ഇത്തരത്തിലുള്ള, അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് പാചകവാതകത്തിന് 29 രൂപ വീണ്ടും കൂട്ടി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെയും പൊള്ളിച്ചു തുടങ്ങി. ഇപ്പൊ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പോകുന്ന ഹോട്ടലിലാണെങ്കിൽ ഊണും ഉണ്ടാവത്തില്ല, ഉള്ള സ്ഥലത്ത് ബിരിയാണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ നേരിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു യുദ്ധം ഏത് ദിശയിലേക്ക് പോകും, ഈ ഒരു ഘട്ടത്തിൽ വെച്ച് ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കില്ല. ഇപ്പൊ മധ്യസ്ഥരൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഖത്തറൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടെങ്കിലും ഇറാൻ ഇന്നലെ മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്ക്ഡോർ ഡിപ്ലോമസിക്ക് ഇനി സാധ്യതയില്ലെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്നത് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ: ഇസ്രായേൽ ഹിസ്ബുള്ളയായിട്ടുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ കരാറിലേക്ക് വരിക എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രത്തിലാണ് ഇപ്പൊ ഇറാന്റെ കയ്യിലാണ് നിൽക്കുന്ന സംഗതി. അപ്പൊ ഇറാനാണ് നിശ്ചയിക്കുന്നത് ഇനി നമ്മുടെ ഈ യുദ്ധം എങ്ങോട്ട് പോകുന്നു. അത് ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ കണ്ടു, റഷ്യയിൽ നടന്നിരിക്കുന്ന മറ്റേ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറം സ്പീഫ്, അതിൽ പുതിന്റെ സ്പീച്ചൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ പണിയെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ടാണ് ഈ എമർജിങ് ന്യൂ ഗ്ലോബൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ അമേരിക്കയെ വളരെ വ്യക്തമായിട്ട് പരസ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു പുതിൻ്റേത്. അതോടൊപ്പം തന്നെ ഇന്ത്യ, ചൈന,
അതുപോലെ ടാൻസാനിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളായിട്ടുള്ള ഒരു പുതിയ ചേരി രൂപീകരണത്തെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ പറയുകയും അതോടൊപ്പം തന്നെ ഉക്രൈനിലെ വാർ അതിശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ പക്കലുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഈ 2 യുദ്ധങ്ങൾ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു, പകുതിയിലേറെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ പോലും അമേരിക്കയ്ക്കും വളരെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രണ്ടാമത് ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ഇപ്പം മറ്റേ ഈ നോർത്ത് കൊറിയയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ആണവ ആയുധത്തിൽ നിന്ന് പിന്നിലേക്കില്ല എന്നുള്ള നോർത്ത് കൊറിയയുടെ നിലപാട്. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ടത് അതിന്റെ പിന്നിൽ ഈ ചൈനയുടെ ശക്തി മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ നമ്മുടെ ചൈനയും തായ്വാനും അമേരിക്കയും അതുപോലെ ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു പുതുക്കിയ അമേരിക്കയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പ്രഖ്യാപിച്ച ബന്ധമൊക്കെ നമ്മൾ ഉരുണ്ടുകൂടുന്നത് ഒരു ലോകമഹായുദ്ധത്തിന് വേണമെങ്കിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആഗോളതലത്തിൽ ഇങ്ങനെ ഉരുണ്ടുകൂടുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ യൂറോപ്പ് വേറൊരു ചേരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലും വേണമെങ്കിൽ ഒരു സംഘർഷത്തിന് തയ്യാറാവുന്ന രീതിയിലാണ് ഇപ്പൊ യൂറോപ്യൻ സേന ഗ്രീൻലാൻഡിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആ പ്രദേശങ്ങളിൽ ഡെൻമാർക്കിലും മറ്റും എത്തിയിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്തൊരു ആഗോളതലത്തിൽ വേണമെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പാകമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഇറാൻ അമേരിക്ക യുദ്ധം, അതല്ലെങ്കിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ചിട്ടുള്ള അത് ഉപാധിയുടെ ഭാഗമാക്കി ചേർത്തുകൊണ്ട് കരാറ് വൈകുന്നതിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പാകപ്പെടുന്ന ഒരു ആഗോള അന്തരീക്ഷം ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഇറാനും അമേരിക്കയുമായിട്ട് നേരിട്ട് സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് അവർ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. ആ ചർച്ചകൾ ആ വഴിക്ക് നടക്കുന്നതിനിടയിലാണ് അവരുടെ പരമോന്നത നേതാവിനെ വധിച്ചുകൊണ്ട് യുദ്ധത്തിന് തുടക്കമിട്ടത്. അത് ഏതാണ്ട് ഒരു മാസത്തിലധികം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു ഡിബേറ്റ് ടേബിളിലേക്ക് രണ്ടു കൂട്ടരും എത്തിയതാണ്. അവിടെയും ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള രീതിയിൽ ആ ചർച്ചകൾ പുരോഗമിച്ചു. ഇനി പുതിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചർച്ചയ്ക്കിനി സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു ഏകപക്ഷീയമായി ഇറാൻ്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ലോക ശക്തിയായ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ? ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് കാരണം ഇന്നലെ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി നഖ്വി ടെഹ്റാനിലെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയുടെ സന്ദേശം കൈമാറാൻ തന്നെയാണ് നഖ്വി ടെഹ്റാനിലെത്തിയിരിക്കുന്നത്. അവിടെ അദ്ദേഹം അവിടുത്തെ വിദേശകാര്യമന്ത്രി അരാക്ചിയും അതേപോലെ സ്പീക്കറെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആസിഫ് മുനീറും ഒരു സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ട്രംപിന്റെ സന്ദേശം തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ തൊട്ട് ഈ ബാക്ക്ഡോർ ഡിപ്ലോമസിക്ക് ഇനി ഈ സംഘർഷം സംബന്ധിച്ച് യാതൊരു സ്ഥാനവും ഇല്ല എന്ന ഉറച്ച നിലപാട് ഇറാൻ പ്രഖ്യാപിച്ചു. അപ്പൊ ഇറാന്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കാണേണ്ടത് ഒരു ഡിപ്ലോമാറ്റിക് ഡിക്ലറേഷൻ എന്നുള്ളതിന് ഉപരി ഏകദേശം അവരുടെ നിലപാടുകളെല്ലാം ഈ പറയുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെടുത്തു കാണിക്കുന്നത് അമേരിക്കയുടെ പറച്ചിലും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമില്ലായ്മയും. ഇത് രണ്ടും അവർ തുടക്കം മുതൽ നിർത്തിക്കൊണ്ട് അത് ഭയങ്കര വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചറിയാം. ഇറാന്റെ വാക്കുകളും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധവും, അതേസമയം ഇറാൻ ഉയർത്തിക്കാണിക്കുന്ന അമേരിക്കയും അമേരിക്കയുടെ പ്രവൃത്തിയും വാക്കും തമ്മിലുള്ള ബന്ധമില്ലായ്മയും, ഇത് രണ്ടും വളരെ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ വളരെ വ്യക്തമായിട്ട് ഈ ആണവ ആയുധ നിർമ്മാണത്തിന്റെ കാര്യത്തിലൊക്കെ അവരൊരു കോംപ്രമൈസിന് തയ്യാറാവുകയും അതുപോലും അവർ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കരാറിന്റെ ഒപ്പിടലിന്റെ ഒരു ട്രംപിന്റെ മേശപ്പുറത്ത് ഈ സാധനം എത്തുന്നത് അങ്ങനെയാണ്. പക്ഷെ ഈ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വിഷയത്തിൽ ഉടക്കി നിൽക്കുന്നു. അപ്പൊ ഇത് ഒന്നുകിൽ എത്രയും പെട്ടെന്ന് ഇറാന്റെ ഒരു ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ഈ കരാറ് പ്രാബല്യത്തിൽ വരികയും പശ്ചിമേഷ്യയും ഈ പറഞ്ഞതുപോലെ ഒരു ലോക സമാധാനം തന്നെയായിരിക്കും അവിടെ സംഭവിക്കുക. അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇനി നീണ്ടുപോയി കഴിഞ്ഞാൽ, കാരണം അതിശക്തമായിട്ട് ഇറാൻ ഇനി അടുത്ത സ്റ്റേജ് 1-2 ദിവസത്തിനകം ഇസ്രയേലിൽ അതികഠിനമായ ആക്രമണം അവർ നടത്തും. അതിനോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിലേക്ക് ആക്രമണം ഉണ്ടാവും. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലും ഇവർ ശക്തമായിട്ട് ആക്രമിക്കും. അമേരിക്കൻ മിലിറ്ററി ബേസുകളിലേക്ക് അവർ ആക്രമിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇറാന്റെ ആ ശക്തിക്ക് പിന്നിൽ റഷ്യയും ചൈനയും നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പം ഈ പശ്ചിമേഷ്യൻ സംഘർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒന്നുകിൽ അത് അമേരിക്ക മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കണം ഈ പാകിസ്ഥാനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഖത്തറിനൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇറാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഡിപ്ലോമസിയുടെ ടൈം ഇത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതാണ് നിലവിലുള്ള അവസ്ഥ. വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷം പാകമായിരിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇറാന്റെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട്, കാരണം ഇപ്പൊ നിലവിൽ ഇറാൻ ഉന്നയിക്കുന്ന ചില ഉപാധികൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്വാഭാവികമായിട്ടും ഓരോരോ താല്പര്യങ്ങളാണല്ലോ. അപ്പൊ ഇറാന്റെ ഒരു സാന്നിധ്യം തന്നെയാണ്, ഇറാന്റെ ഒരു പ്രതിരൂപം തന്നെയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പം അവരൊക്കെ അവിടെ ആധിപത്യമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളും ഗവൺമെന്റ് രൂപവും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത്തരമുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ഹിസ്ബുള്ള എന്ന ഭീഷണി ഒഴിവാക്കണം. അതാണ് ദ ജ്യൂസ് ഇൻട്രസ്റ്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞത് നമ്മൾ കാണുന്നത് ജൂത താല്പര്യവും അവിടെ ആ ഒരു സമൂഹത്തിനെ പിന്തുണയ്ക്കുന്ന അവരുടെ താല്പര്യവും അതോടൊപ്പം അവരുടെ ഭീതിയുമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിന് കാരണമായി മാറാൻ പോകുന്നത്. കാരണം ഹിസ്ബുള്ളയോടെ നിലനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന ഇസ്രയേലിന്റെ തിരിച്ചറിയൽ, അതാണ് അവരെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നത്. അതാണ് അമേരിക്കയും നിസ്സഹായരായിട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്നത്. ശരി, നന്ദി സർ.